നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരത്തിൽ നിന്നും മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ ആന്ധ്രയിൽ നിന്നുള്ള സംഘം പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. ഹനീഫ ആന്ധ്ര സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി കണ്ടെത്തൽ. സമൂഹ മാധ്യമത്തിലൂടെ കലാപമുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദ സന്ദേശമയച്ചുവെന്ന പരാതിയിൽ സ്ത്രീക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ചെറുവത്തൂർ മടക്കരയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കവെയായിരുന്നു സംഭവം. കാസർഗോഡ് ശിരിയയിൽ LDF UDF സംഘർഷം. ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ള പരാതിയിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോവിഡ് കാലത്ത് പോലീസുകാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ എരിയാൽ സ്വദേശിയായ 21-കാരന് 2.5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. ബീരാൻ അജ്മൽ അമാനെയാണ് കോടതി ശിക്ഷിച്ചത്. പിടികിട്ടാപ്പുള്ളി മീശ റൌഫ് പിടിയിൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മംഗളൂരു സിറ്റി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. നെല്ലിക്കുന്ന് കടപ്പുറം സ്വദേശി രതീഷാണ് പിടിയിലായത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 1985-90 കാലത്ത് പഠിച്ചവരുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം 2ാം ഊഴം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ക്യാമ്പസിൽ തുടങ്ങുന്ന പരിപാടികൾ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിൽ നിന്നും മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ ആന്ധ്രയിൽ നിന്നുള്ള സംഘം പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. ഹനീഫ ആന്ധ്ര സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി പോലീസ് കണ്ടെത്തൽ. പണം തിരിച്ചു നൽകാത്തതിനെ തുടർന്നാണ് ഹനീഫയെ ആന്ധ്ര സംഘം തട്ടിക്കൊണ്ടുപോയതെന്നാണ് വിവരം. തട്ടിപ്പ് കേസിൽ ഹനീഫയുടെ 3 കൂട്ടാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോട്ടെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പരാതിക്കാർ പ്രതികളായ വൻ ട്വിസ്റ്റാണ് സംഭവിച്ചത്. തട്ടിക്കൊണ്ടുപോയ മലയാളികൾ നിരോധിത നോട്ടുകൾ മാറ്റാമെന്ന പേരിൽ ആന്ധ്ര സ്വദേശികളെ വഞ്ചിച്ചതാണ് തട്ടിക്കൊണ്ടുപോകലിനിടയാക്കിയത്. സംഭവത്തിൽ 2 സംഘങ്ങളിലെയും 8 പേർക്കെതിരെ കേസെടുത്തു. നിരോധിത 2000 രൂപ നോട്ട് മാറ്റി നൽകാമെന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് ആന്ധ്ര സംഘം കാസർഗോട്ടെത്തി നഗരത്തിൽ നിന്നും മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്കെത്തിയത്. 2000 രൂപ നിരോധിത നോട്ട് മാറ്റി നൽകാമെന്ന പേരിലാണ് മലയാളികളായ 4 സംഘം ആന്ധ്ര സ്വദേശികളെ പരിചയപ്പെടുന്നത്. ഈ 4 സംഘത്തിലെ പാലക്കുന്ന് സ്വദേശിയായ ഷെരീഫ് തൻ്റെ പക്കൽ നിരോധിത നോട്ടുകളുണ്ടെന്നും മാറ്റാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആന്ധ്ര സ്വദേശി സിദ്ധാന ഓംകാർ എന്നയാളെ ബന്ധപ്പെടുകയായിരുന്നു. ഇത് പ്രകാരം ഓംകാർ കാസർഗോട്ടെത്തിയെങ്കിലും ഷെരീഫ് കാണിച്ചത് കള്ളനോട്ടുകളാണെന്ന് മനസ്സിലായതോടെ തിരിച്ചു പോകുവാനൊരുങ്ങി. കള്ളനോട്ട് നൽകി യഥാർത്ഥ നോട്ട് വാങ്ങാമെന്ന തട്ടിപ്പ് പുറത്തായതോടെ ഷെരീഫ് സുഹൃത്തുക്കളായ ഹനീഫ, നൂറുദ്ദീൻ, വിജയൻ എന്നിവരുടെ സഹായത്തോടെ സിദ്ധാന ഓംകാറിനെ തടവിലാക്കി. തുടർന്ന് ഓംകാറിന്റെ സുഹൃത്തുക്കളിൽ നിന്നും 7.5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ 1 ലക്ഷം രൂപ ഓൺലൈനായി വാങ്ങിയെടുക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതികാരമെന്ന നിലയിലാണ് സിദ്ധാന ഓംകാറിന്റെ സുഹൃത്തുക്കൾ ഷെരീഫിന്റെ സുഹൃത്തായ ഹനീഫയെ കാസർഗോഡ് നഗരത്തിലെ ഹോട്ടലിനു മുന്നിൽ നിന്നും കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയത്. ഈ സംഭവത്തിൽ സിദ്ധാന ഓംകാർ, മാരുതി പ്രസാദ്, A. ശ്രീനാഥ്, പൃഥ്വിരാജ് റെഡ്ഡി എന്നിവരെ പ്രതി ചേർത്തു. ഹനീഫയെ തട്ടിക്കൊണ്ടുപോയി പണം തിരികെ വാങ്ങുകയായിരുന്നു ആന്ധ്ര സംഘത്തിന്റെ ലക്ഷ്യം. അതിനിടയിലാണ് ഇവരെ കർണാടക സകലേഷ്പുര പോലീസ് ഔട്ട്പോസ്റ്റിൽ വെച്ച് പിടികൂടിയത്. YSR കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് വഴിയാണ് മലയാളി ആന്ധ്ര സംഘങ്ങൾ പരിചയപ്പെടുന്നത്. ഷെരീഫ്, നൂറുദ്ദീൻ എന്നിവരെ മുൻപും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പിൽ ഈ 4 സംഘത്തിനെതിരെ കൂടി കേസെടുത്തതോടെ സംഭവത്തിൽ കേസെടുത്തവരുടെ എണ്ണം 8ആയി. തട്ടിക്കൊണ്ടുപോകലിന്റെ ചുരുളഴിയുമ്പോൾ ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ മടക്കരയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കവേ സമൂഹ മാധ്യമത്തിലൂടെ കലാപമുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദ സന്ദേശമയച്ചുവെന്ന പരാതിയിൽ സ്ത്രീക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ഡിസംബർ 13 വൈകുന്നേരം 6 മണിക്കാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായതെന്ന് പോലീസ് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ച ഡിസംബർ 13 ചെറുവത്തൂർ മടക്കര ടൗണിൽ LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം അയച്ചതിനെ തുടർന്നാണ് 5 ദിവസം കഴിഞ്ഞ് പോലീസ് കേസെടുത്തത്.
CPM നേതാവ് മടക്കര മുക്കീലിലെ EV ഷാജിയുടെ പരാതിയിലാണ് പോലീസ് സ്ത്രീക്കെതിരെ കേസെടുത്തത്. നാട്ടിൽ കലാപമുണ്ടാക്കുവാൻ ഉദ്ദേശിച്ചാണ് വാട്സാപ്പ് വഴി ശബ്ദ സന്ദേശം അയച്ചതെന്ന പരാതിയിൽ ചന്ദേര പ്രിൻസിപ്പൽ SI ജിയോ സദാനന്ദനാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഷിറിയയിൽ LDF UDF സംഘർഷം. ബുധനാഴ്ച രാത്രിയാണ് സംഘർഷമുണ്ടായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. സംഭവത്തിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നുള്ള പരാതിയിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒരു LDF പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. ഇരുപക്ഷത്തെയും 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങളും തർക്കങ്ങളും തുടരുന്ന ഷിറിയയിൽ LDF UDF സംഘർഷം. ബുധനാഴ്ച രാത്രിയാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ കുമ്പള പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു LDF പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഘർഷത്തിന് തുടക്കമായതെന്ന് കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. ഷിറിയ പള്ളിക്ക് സമീപത്ത് കാർ നിർത്തിയിറങ്ങിയ LDF പ്രവർത്തകനായ ഷിറിയ നൗഫൽ മൻസിലിലെ മുഹമ്മദ് ഇക്ബാലിനെ ഇരുമ്പുവടി കൊണ്ട് അടിക്കുകയും ചാവി കൊണ്ട് കുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. ഈ കേസിൽ സിദ്ദിഖ് മുഹമ്മദ്, അഷ്റഫ് അബ്ദുല്ല, അബ്ദുൽ ഖാദർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിന് പിന്നാലെ രാത്രി 8:30 മണിയോടെ ഷിറിയ അഷ്റഫ് മൻസിലിലെ മുഹമ്മദ് അഷ്റഫ്, കുഞ്ഞാലി മൻസിലിലെ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ ആക്രമിക്കുകയും കാറിൽ മറ്റൊരു കാർ ഇടിച്ച് തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയുന്നു. ഇവരുടെ പരാതിയിൽ LDF പ്രവർത്തകരായ ഷിറിയയിലെ ഇക്ബാൽ, ഹമീദ് ചോട്ടു എന്നിവർക്കെതിരെയും കുമ്പള പോലീസ് കേസെടുത്തു. ഇവരിൽ ഹമീദ് ചോട്ടുവിനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു. കാറിടിച്ചത് മൂലം പരാതിക്കാരന്റെ കാറിന് 1,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായും കേസിൽ പറയുന്നു. സ്ഥലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശം ഇപ്പോൾ പോലീസ് സുരക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോവിഡ് കാലത്ത് പോലീസുകാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ എരിയാൽ സ്വദേശിയായ 21-കാരന് 2.5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. എരിയാൽ സ്വദേശിയും മുളിയത്തടുക്ക ബ്ലൂ മൂൺ അപ്പാർട്ട്മെന്റിൽ താമസക്കാരനുമായ ബീരാൻ അജ്മൽ അമാനെയാണ് കാസർഗോഡ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് K. പ്രിയ ശിക്ഷിച്ചത്. പോലീസുകാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 2.5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. എരിയാൽ സ്വദേശിയും മുളിയത്തടുക്ക ബ്ലൂ മൂൺ അപ്പാർട്ട്മെന്റിൽ താമസക്കാരനുമായ ബീരാൻ അജ്മൽ അമാനെയാണ് കാസർഗോഡ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് K. പ്രിയ ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം തടവും കൂടി അനുഭവിക്കണം. കോവിഡ് കാലത്താണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 2020 മെയ് 5-ന് SP നഗറിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ ബൈക്കിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാണ് കേസ്. മധൂർ ഗ്രാമത്തിൽ SP നഗർ എന്ന സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരായ അബ്ദുൽ വഹാബ്, സനൂപ് എന്നിവർ കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഡ്യൂട്ടി ചെയ്തു വരവെ ബീരാൻ അജ്മൽ അമാൻ ഉളിയത്തടുക്ക ഭാഗത്തു നിന്നും ഹെൽമറ്റ് ധരിക്കാതെയും മാസ്ക് ധരിക്കാതെയും മോട്ടോർ സൈക്കിൾ ഓടിച്ചു വരുന്നത് കണ്ട് പോലീസ് നിർത്തുവാൻ കൈകാണിച്ച് സിഗ്നൽ നൽകി. എന്നാൽ പ്രതി വാഹനം നിർത്താതെ സനൂപിന്റെ ദേഹത്ത് ഓടിച്ചു കയറ്റുകയും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുകയും കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഉദ്യോഗസ്ഥനായ സനൂപ് റോഡിൽ തെറിച്ചു വീണതിൽ മർമ്മസ്ഥാനത്ത് കൊണ്ടിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു എന്ന കാര്യത്തിന് വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. അന്നത്തെ വിദ്യാനഗർ സബ് ഇൻസ്പെക്ടറായിരുന്ന UP വിപിൻ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് വേണുഗോപാലൻ, അഡ്വക്കേറ്റ് അഞ്ജലി എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിടികിട്ടാപ്പുള്ളി മീശ റൌഫ് പിടിയിൽ. വിവിധ കേസുകളിൽ പ്രതിയായ അബ്ദുൽ റൌഫ് എന്ന മീശ റൌഫ് ജാമ്യത്തിലിറങ്ങിയ ശേഷം വർഷങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മംഗളൂരു സിറ്റി പോലീസാണ് ഇയാളെ പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഉപ്പള സ്വദേശിയായ അബ്ദുൽ റൌഫ് എന്ന മീശ റൌഫ് അറസ്റ്റിൽ. മംഗളൂരുവിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന മീശ റൌഫിനെ മംഗളൂരു സിറ്റി പോലീസാണ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ K. ശ്രീകാന്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ASI ചന്ദ്രശേഖർ, ഉദ്യോഗസ്ഥരായ റജി VM, ദാമോദര K, ഹലേഷ് നായിക് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ മീശ റൌഫ് ജാമ്യത്തിലിറങ്ങിയ ശേഷം വർഷങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു. മംഗളൂരുവിലും കേരളത്തിലുമായി 25 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് റൌഫ്.
കാവൂർ പോലീസ് സ്റ്റേഷനിൽ ആയുധ നിയമപ്രകാരം കവർച്ച നടത്തുവാൻ ഗൂഢാലോചന നടത്തിയ കേസും 2020 കൊണാജെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 5 വ്യത്യസ്ത മോഷണ കേസുകളും ഉൾപ്പെടെ നിരവധി കേസുകളിൽ റൌഫ് പ്രതിയായിരുന്നു. തുടർച്ചയായി വാദം കേൾക്കലിന് ഹാജരാകാതിരുന്നതിനാൽ റൌഫിനെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇസുബു സിയാദ് എന്ന സിഐയുടെ അടുത്ത കൂട്ടാളി കൂടിയാണ് ഇയാൾ. കൊലപാതക ശ്രമം, കവർച്ച, മോഷണം, ആയുധ നിയമലംഘനം എന്നിവയുൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട റൌഫിനെതിരെ മഞ്ചേശ്വരം, കുമ്പള, വിദ്യാനഗർ തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിലായി 19 കേസുകൾ നിലവിലുണ്ട്. മംഗളൂരു സിറ്റിയിൽ 6 കേസുകളും നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം സ്വദേശി രതീഷാണ് പിടിയിലായത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതി നെല്ലിക്കുന്ന് കടപ്പുറം സ്വദേശി രതീഷ് എന്നയാളെ മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്നും കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷൻ SI അജിത കെയുടെ നേതൃത്വത്തിൽ പിടികൂടി. പോലീസിന്റെ അതിസമർത്ഥമായ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. 2020 പിന്നീട് പല പ്രാവശ്യവും കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. 2021 രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയവേ പ്രതി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ N രാജേഷ്, ദീപക്, CPOമാരായ ശ്രുതി, J ഷജീജ്, സൂരജ് എന്നിവരടങ്ങിയ സംഘവും തിരൂർ ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ വിജയിച്ച M മനുവിനെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ആനയിച്ച് LDF തൃക്കരിപ്പൂരിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മുൻ MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയും SDPIയും ചേർന്നാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് താൽക്കാലിക വിജയം നേടിക്കൊടുത്തതെന്ന് KP സതീഷ് ചന്ദ്രൻ ആരോപിച്ചു. പരിശോധിക്കുമ്പോൾ കേരളത്തിലെ അംഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിൽ ചില പ്രദേശങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്. കാസർഗോഡിന്റെ വടക്കൻ മേഖലയിൽ കാസർഗോഡ് ചില പ്രദേശങ്ങളിൽ പോലും മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അണിനിരത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്. അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രവർത്തന സംഘടനയായ വെൽഫെയർ പാർട്ടി SDPI ജമാഅത്തെ ഇസ്ലാമിയും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം UDFനെ സഹായിച്ചു. 4ാമത്തെ സെക്രട്ടറി UDF ഉണ്ട്. അത് പണമാണ്. വേറെ സ്വാതന്ത്ര്യ ദിനാചരണം പറഞ്ഞ ലക്ഷത്തില്ല. ഈ കാസർഗോഡ് ജില്ലയിൽ ഒറ്റ വാർഡ് പിടിക്കുന്നതിന് വേണ്ടി 15 മില്യൺ രൂപ ചെലവഴിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 84 വാർഡുകൾ ചോദിച്ചിട്ടുണ്ട്. ചടങ്ങിൽ RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ, RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, PV തമ്പാൻ, C ബാലൻ, AGC ബഷീർ, P ഹരീഷ് എന്നിവരും LDF സ്ഥാനാർത്ഥികളും പ്രസംഗിച്ചു. ബീരിച്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് LDF പ്രവർത്തകർ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 1985-90 കാലത്ത് പഠിച്ചവരുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം 2ാം ഊഴം ശനിയാഴ്ച കോളേജ് അങ്കണത്തിൽ നടക്കും. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന പരിപാടികൾ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
രാവിലെ ശിങ്കാരി മേളത്തോടെ ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന് MLA, CH കുഞ്ഞമ്പു MLA, കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട, ഡോക്ടർ ഖാദർ മാങ്ങാട്, ഡോക്ടർ പ്രസാദ്, സിനിമാ താരം പാർവതി, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ഇവന്റ് ചെയർമാൻ അബ്ദുൽ നാസർ TK ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വേദിയിൽ ആ കാലത്തെ അധ്യാപകരെ ആദരിക്കും. പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും. തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികളുടെ നാടകം, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപനം, ഭരതനാട്യം, സംഘനൃത്തം, തിരുവാതിര, ഒപ്പന തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഇതോടൊപ്പം 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 2 വിഭാഗങ്ങളിലായി ചിത്രരചന, കളറിംഗ് മത്സരം നടക്കും. വൈകുന്നേരം പ്രമുഖ സിനിമ TV താരങ്ങളായ നസീർ സംക്രാന്തി, പോൾസൺ, ബാസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ സൂപ്പർ കോമഡി ഷോ അരങ്ങേറും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം കുട്ടികളിൽ ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഈ മഹാമേള സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത്. അതിൻ്റെ ഒരു നാടകം ഞങ്ങൾ ഈ വേദിയിലുണ്ടായിരിക്കും. തുടർന്ന് 16 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചിത്രരചന, കളറിംഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതും രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈകുന്നേരം പ്രമുഖ TV താരങ്ങളായ നസീർ സംക്രാന്തി, പോൾസൺ, ബാസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ സൂപ്പർ കോമഡി ഷോ ഉണ്ടാവും. ഈവന്റ് ചെയർമാൻ അബ്ദുൽ നാസർ TK, ജനറൽ കൺവീനർ KT രവികുമാർ, ജയചന്ദ്രൻ K, അഷ്റഫ് കൈന്താർ, അബ്ദുൽ ഖാദർ തെക്കിൽ, PM മുഹമ്മദ് അൻവർ, സലാം കളനാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സ്വാഗത ഗാനത്തിന്റെ പ്രകാശനം നടന്നു. ചെമ്നാട് എന്ന പ്രസിദ്ധനായ അവരാണ് ഇത് ഉണ്ടാക്കിയത്. അത് ഞാൻ ഇന്ന് നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ റിലീസ് ചെയ്യുന്നു. നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ടർമാർക്ക് നന്ദി അറിയിക്കുവാൻ മധുരവുമായി വീടുകളിലേക്ക് നേരിട്ടെത്തി സ്ഥാനാർത്ഥി. മംഗൽപാടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥിയായ ഗോൾഡൻ അബ്ദുൽ റഹ്മാനാണ് വോട്ടർമാർക്ക് നന്ദി അറിയിക്കുവാനായി മധുരവുമായി വീടുകളിലേക്ക് നേരിട്ടെത്തുന്നത്. ഓരോ വീടുകളിലും ഊഷ്മളമായ സ്വീകരണമാണ് ജനകീയ നേതാവ് കൂടിയായ ഗോൾഡൻ അബ്ദുൽ റഹ്മാന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നന്ദി അറിയിക്കുവാൻ സ്ഥാനാർത്ഥി നേരിട്ട് മധുരവുമായി വീടുകളിലേക്കെത്തിയപ്പോൾ വോട്ടർമാരുടെ ഹൃദയവും മനസ്സും നിറഞ്ഞു. മംഗൽപാടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥിയായ ഗോൾഡൻ അബ്ദുൽ റഹ്മാനാണ് വോട്ടർമാർക്ക് നന്ദി അറിയിക്കുവാനായി മധുരവുമായി വീടുകളിലേക്ക് നേരിട്ടെത്തിയത്. വിജയത്തിന്റെ സന്തോഷം വോട്ടർമാരുമായി പങ്കുവയ്ക്കുന്നതിനായി പ്രത്യേകമായി തയ്യാറാക്കിയ മധുര പലഹാരങ്ങളുമായാണ് അദ്ദേഹം വീടുകൾ സന്ദർശിക്കുന്നത്. 2ാം വാർഡായ ഉപ്പള ഗേറ്റിലെ ഓരോ വോട്ടറെയും നേരിൽ കണ്ട് നന്ദി പറയുന്ന തിരക്കിലാണ് ഇപ്പോൾ ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ. ആവശ്യമുണ്ടെങ്കിൽ പാതിരാത്രിക്ക് വിളിക്കാം. പിന്നെ ഉണ്ടാകത്ത അപ്പൊ എല്ലാത്തിനും അത് റെഡിയാക്കാം. എന്തുകൊണ്ട് വിളിക്കാം, വിചാരിക്കണം. അപ്പൊ 21-ാം തീയതി ഞങ്ങൾ ഒരു പരിപാടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞോ, ഫാമിലിനെ വിളിച്ചോണ്ട് പറഞ്ഞു അല്ലേ? അപ്പൊ 21 സത്യപ്രതിജ്ഞ. അപ്പോ മോന് വിളിക്കണം എന്നിട്ടില്ല. ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്ത മുഴുവൻ നാട്ടുകാരെയും നേരിൽ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ വേറിട്ട രീതിയിലുള്ള ഈ നന്ദി പ്രകടനം നടത്തുന്നത്. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയും
ഇവിടുത്തെ 800ഓളം വരുന്ന വീടുകളിൽ 7 പ്രാവശ്യമാണ് ഓരോ വീടുകളിലേക്കും അന്ന് തിരഞ്ഞെടുപ്പ് വോട്ട് കേട്ടുകൊണ്ട് പോയത്. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോയതിൻ്റെ ഭാഗമായി എന്നെ നല്ലൊരു വിജയം അവർ നൽകുകയും വീണ്ടും വിജയിച്ചതിന് ശേഷം ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരു മധുര പലഹാരം അവർക്ക് നൽകുകയാണ്. ഈ മാസം 21-ാം തീയതിയാണ് പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തി വിപുലമായ മഹാസംഗമം സംഘടിപ്പിക്കും. 21-ന് വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയാണ് മഹാസംഗമം നടക്കുക. വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയും സ്നേഹസംഗമവുമായി ഈ മഹാസംഗമം മാറും. തൻ്റെ വിജയത്തിനായി പ്രയത്നിച്ചവരും വോട്ട് നൽകിയവരുമായ മുഴുവൻ നാട്ടുകാരെയും ഈ മഹാസംഗമത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി ഗോൾഡൻ അബ്ദുൽ റഹിമാൻ അറിയിച്ചു. നാടിൻ്റെ വികസനത്തിനായി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നതാണ് ഈ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഗോൾഡൻ അബ്ദുൽ റഹിമാൻ പറഞ്ഞു. അതേപോലെ 2215 വോട്ടർമാരാണ് ഈ ബൂത്തിൽ ഈ വാർഡിലുള്ളത്. അവരൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സംഗമം സംഘടിപ്പിക്കുകയാണ് 21-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഉപ്പളയിലെ ഫ്ലൈ ഓഫ് ടർഫിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 21-ാം തീയതി രാവിലെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഴുവൻ വോട്ടർമാരെയും അതുപോലെ ആ വീട്ടിലെ യുവാക്കളെയും യുവതികളെയും ചെറുപ്പക്കാരെയും ഒക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു മഹാസംഗമം സംഘടിപ്പിക്കുകയാണ്. അതൊക്കെ ക്ഷണിക്കാനും നന്ദി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഓരോ വീടുകളും കയറി ഞാനിന്ന് ഇറങ്ങുന്നത്. 2-ാം വാർഡായ ഉപ്പള ഗേറ്റിൽ നിന്നും ഏറ്റവും മികച്ച വിജയമാണ് ഗോൾഡൻ അബ്ദുൽ റഹിമാൻ കരസ്ഥമാക്കിയത്. ഇദ്ദേഹത്തിൻ്റെ വിജയം പ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ KRDSA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസങ്ങളിലായാണ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ KRDSA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നത്. രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷം പതാക ഉയർത്തലോടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. പോയ 10 വർഷം ഏതാണ്ട് 9.5 വർഷക്കാലത്തിനുള്ളിൽ 4,60,000 വരുന്ന ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകിയ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ LDF. അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പ്രതിനിധികൾ. പട്ടയങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാരിന്റെ തീരുമാനം, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കഴിഞ്ഞ ഗവൺമെന്റിൽ സഖാവ് ചന്ദ്രശേഖരനും ഇപ്പോൾ ഈ ഗവൺമെന്റിൽ സഖാവ് K. രാജനും വളരെ കൃത്യമായി സമയബന്ധിതമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ KV അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷഫീർ MC രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമ്യ MA അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഖിൽ AJ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി വിശ്വംഭരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ മോഹനൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ഷാനവാസ്, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ബാനം ദിവാകരൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജുരാജ് CK, KRDSA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീജി തോമസ്, റിജേഷ് T എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സജയ് MG പ്രമേയാവതരണം നടത്തി.
ജില്ലാ കമ്മിറ്റി അംഗം വത്സൻ KV ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും മറുപടി പ്രസംഗവും നടന്നു. പിന്നാലെ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിനം വിദ്യാനഗർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഹാളിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂരാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ KRDSA സംസ്ഥാന സമ്മേളനം ജനുവരി 7, 8, 9 തീയതികളിലായി നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 40 വർഷത്തിൽ പരം നാളുകളായി കാസർഗോഡിന്റെ ഹൃദയത്തുടിപ്പായി നിലകൊള്ളുന്ന ബിന്ദു ജ്വല്ലറിയിൽ വർണ്ണോത്സവം വരികയായി. ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവവും ഒപ്പം ആഘോഷ രാവുകളുമായി കൈനിറയെ സമ്മാനങ്ങളുമായി ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെയാണ് വർണ്ണോത്സവം നടക്കുക. ബിന്ദു ജ്വല്ലറിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരവും വ്യത്യസ്തതയാർന്നതുമായ പരിപാടിയായി വർണ്ണോത്സവം മാറുമെന്ന് ബിന്ദു ജ്വല്ലറി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 40 വർഷത്തെ പാരമ്പര്യം, വിശ്വാസം, വിശുദ്ധി, കാലാതീതമായ കരകൗശല വൈദഗ്ധ്യം എന്നിവയുടെ പര്യായമായി മാറിയ ബിന്ദു ജ്വല്ലറി 4 പതിറ്റാണ്ടിലേറെ നീണ്ട മികവിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ആതുര സേവന രംഗത്തും ബിന്ദു ജ്വല്ലറി കഴിഞ്ഞ കാലയളവിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ആഭരണ ശേഖരങ്ങളുടെ പുതുമ ഉപഭോക്താക്കളിൽ എത്തിക്കുവാനായി ബിന്ദു ജ്വല്ലറി വിവിധതരം ഫെസ്റ്റുകളാണ് സംഘടിപ്പിച്ചത്. ഈ ഫെസ്റ്റുകളുടെയെല്ലാം തുടർച്ച എന്ന രീതിയിലാണ് വർണ്ണോത്സവം എന്ന മെഗാ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെയാണ് വർണ്ണോത്സവം നടക്കുക. വൈകുന്നേരം 6 മണി മുതൽ നടക്കുന്ന പഴയകാല കസ്റ്റമറിനുള്ള ആദരവ്, വിവിധ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവ്, അതിനുശേഷം നടക്കുന്ന വിവിധ ഇനം കലാപരിപാടികൾ എന്നിവയാണ് വർണ്ണോത്സവത്തിൽ നടക്കുക. വർണ്ണോത്സവത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് നിർവഹിക്കും. 24-ന് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തനം നടത്തും. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 31-ന് പുതുവത്സരാഘോഷത്തിന്റെ ഉദ്ഘാടനം മുൻ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കും. വർണ്ണോത്സവത്തിന്റെ സമാപന ദിന പരിപാടികൾ ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്യും. ബിന്ദു ജ്വല്ലറിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ പരിപാടികളിലൊന്നായി വർണ്ണോത്സവത്തിനെ മാറ്റുവാൻ ബിന്ദു ജ്വല്ലറി ടീം മികച്ച ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. 1982-ലാണ് നമ്മുടെ ബിന്ദു ജ്വല്ലറി ഒരു ചെറിയ ഷോപ്പ് എന്ന രീതിയിൽ ആരംഭിച്ചത്. അതിനുശേഷം ഇന്ന് 2025 എത്തിച്ചേർന്നപ്പോൾ നമ്മൾ സാമൂഹിക സാംസ്കാരിക രംഗത്തും പൊതുപ്രവർത്തനം, ആതുര സേവനം എന്നീ രംഗങ്ങളിലും നമ്മുടെ കയ്യൊപ്പ് പതിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ തൊട്ട് ഈ നവംബർ വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റി. അതിൽ എടുത്തു പറയാൻ പറ്റുന്നത് പരിസ്ഥിതി വാരാചരണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഡോക്ടേഴ്സ് ഡേ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിൽ തന്നെ 50ഓളം പേർക്ക് വന്ന രക്തദാന ക്യാമ്പ് നടത്താൻ പറ്റിയത് ബിന്ദു ജ്വല്ലറിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം പരിപാടികൾ ഇനിയും തുടരാൻ നമുക്കൊരു പ്രചോദനം നൽകി. ശേഷം ആഭരണങ്ങളുടെ പുതുമ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ബിന്ദു ജ്വല്ലറി വിവിധതരം ഫെസ്റ്റുകളും സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മുന്നോടി എന്ന രീതിയിൽ ആദ്യം നടത്തിയത് വെഡ്ഡിംഗ് ഫെസ്റ്റിവലായിരുന്നു. അതിനുശേഷം അവോയ് ആൻറ്റിക് ഫെസ്റ്റിവൽ സീസൺ 1, തുടർന്ന് കോയി ഡയമണ്ട് ഫെസ്റ്റിവൽ, 3 നോട്ട് മംഗൾസൂത്ര ഫെസ്റ്റിവൽ, മിനി ഹൂപ്സ് ലിറ്റിൽ ചാമ്പ്സ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മിനി ഹൂപ്സ് ലിറ്റിൽ ചാമ്പ്സ് നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ പുതുതലമുറയിലെ കൗമാരപ്രായർ ആയ സ്ത്രീകൾക്കും വേണ്ടി നമ്മൾ നടത്തിയതാണ്. അത് ഒരു കാതുകുത്തൽ ചടങ്ങുന്ന രീതിയിൽ സൗജന്യമായി നമ്മൾ എല്ലാ കുട്ടികൾക്കും, ജനിച്ചു വീണ എല്ലാ കുട്ടികൾക്കും കാതുകുത്തലിൻ്റെ സമയത്ത് നമ്മൾ ഫ്രീ ആയി ഒരു 3 ദിവസം നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു മിനി ഹൂപ്സ് ലിറ്റിൽ ചാമ്പ്. അതിനുശേഷം ലാസ്റ്റ് നവംബറിൽ നടത്തിയത് നമ്മുടെ ആൻറ്റിക് സീസൺ 2, ആൻറ്റിക് ഫെസ്റ്റിവൽ സീസൺ 2. ഇത്തരം പരിപാടികൾ നടത്തുവാൻ സാധിച്ചു ഈ കാലയളവിൽ തന്നെ. കൂടാതെ ഇതിൻ്റെ തുടർച്ചയൊന്നാണെന്നല്ല, ഇതിൻ്റെയൊക്കെ കളക്റ്റീവ് ഫോമിൽ നമ്മൾ ഈ 2025 ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ വർണ്ണോത്സവം ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. പ്രോഗ്രാമിൻ്റെ പേര് വർണ്ണോത്സവം. ഇതിൻ്റെയൊക്കെ മൊത്തം ഒരു കളക്റ്റീവ് ഫോമാണ് നമ്മൾ ഇതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്.
സീനിയർ മാനേജർ സതീശ, ബ്രാഞ്ച് മാനേജർമാരായ വിശ്വനാഥൻ, രതീഷ് എം, ഉല്ലാസ്, രതീഷ് സി, സുരേഷ് വളപ്പോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുമ്പള വിഷ്ണുപ്പാറ ധർമ്മശാസ്ത്ര ഭജന മന്ദിരം 25-ാം വാർഷികവും അയ്യപ്പൻ തിരുവിളക്കുത്സവവും 21 മുതൽ 23 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21-ന് 9 മണിക്ക് വിഷ്ണുപ്പാറ ധർമ്മശാസ്ത്ര ഭരണസമിതിയുടെയും 10 മണിക്ക് വേണൂർ ഗോപാലകൃഷ്ണ ക്ഷേത്ര ഭജന സമിതിയുടെയും ഭജന നടക്കും. 12 മണിക്ക് മധ്യാഹ്ന പൂജയും തുടർന്ന് റാണിപുരം പെരുതടി മഹാദേവ ഭജന സംഘത്തിന്റെ ഭജനയും നടക്കും. വൈകിട്ട് മെഗാ തിരുവാതിരക്കളി നടക്കും. 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. ഇ ചന്ദ്രശേഖരൻ MLA മുഖ്യാതിഥിയാകും. രാത്രി പ്രദേശത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും സർഗലയം മ്യൂസിക് ആൻഡ് ഡാൻസ് നൈറ്റും സതീയം സിനിമാറ്റിക് ഡ്രാമയുമുണ്ടാകും. 22-ന് 10:30-ന് പെരുമ്പള, വേണൂർ, ശിവപുരം പ്രദേശങ്ങളിൽ നിന്നുമുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, 11 മുതൽ ഭജന, ഉച്ചയ്ക്ക് 2 മണിക്ക് ഉപകരണ സംഗീതം, വൈകിട്ട് 5:30-ന് തായമ്പക എന്നിവ അരങ്ങേറും. രാത്രി 7 മണിക്ക് കാസർഗോഡ് ഓംകാര ഫ്യൂഷൻസിന്റെ ഭജന മഞ്ജരിയും TV രത്നകുമാർ അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം ഓട്ടം തുള്ളലും നടക്കും. രാത്രി 9 മണിക്ക് പാട്ട് ഫാമിലിയുടെ ഗാനമേള, 23-ന് രാവിലെ 7:30-ന് ധർമ്മശാസ്ത്ര സഹസ്രനാമാർച്ചന, 8:30-ന് ഹരിനാമ കീർത്തനം പാരായണം, 9 മണിക്ക് ഉഷപൂജയും തായമ്പകയും ഉടുക്കുപാട്ടും നടക്കും. 10:30-ന് അയ്യപ്പസ്വാമി സംഗമത്തിൽ ശബരിമല ക്ഷേത്ര ദർശനത്തിന്റെ വിവിധ വർഷങ്ങൾ പൂർത്തിയാകുന്ന സ്വാമിമാരെ ആദരിക്കും. ഉച്ചയ്ക്ക് ശേഷം വിവിധ സംഘങ്ങൾ ഭജന അവതരിപ്പിക്കും. രാത്രി 7 മണിക്ക് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് അണിഞ്ഞ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. രാത്രി 11:30-ന് ഉടുക്കുപാട്ടും തുടർന്ന് പാൽക്കുടം എഴുന്നള്ളത്തും ഉണ്ടാകും. പുലർച്ചെ 1:30-ന് പൊലിപ്പാട്ടും, 2 മണിക്ക് തിരിയൊഴിച്ചിൽ, 3 മണിക്ക് ആഴിയാട്ടം എന്നിവയും ഉണ്ടാകും. മന്ദിരത്തിൻ്റെ 25-ാം വാർഷിക തിരുവിളക്ക് മഹോത്സവത്തോടു കൂടിയാണ് 2025 ഡിസംബർ 21, 22, 23 തീയതികളിലായി വിപുലമായ ഈ മന്ദിര മഹോത്സവം നടക്കുന്നത്. അപ്പോൾ മഹോത്സവത്തിനായി നമ്മൾ 101 അംഗ കമ്മിറ്റിയും അതുമാതിരി 18 സബ് കമ്മിറ്റികളും രൂപീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കാൽനൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മഹോത്സവം ഇവിടെ കൊണ്ടാടുന്നത്. 2025 ഡിസംബർ 21-ന് ഞായറാഴ്ച രാവിലെ കൂട്ടപ്രാർത്ഥന, ഗണപതി ഹോമം കൂടി ആരംഭിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം സാംസ്കാരിക സമ്മേളനവും പ്രാദേശിക വാസികളുടെ മെഗാ തിരുവാതിരയും മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. 22 തിങ്കളാഴ്ച രാവിലെ പെരുമ്പള, ശിവപുരം, വേണൂർ പ്രദേശങ്ങളിൽ നിന്ന് കലവറ ഘോഷയാത്ര ആയി വന്ന് ഉച്ചയോടുകൂടി മന്ദിരത്തിലെത്തിച്ചേരുകയും അവിടെ സംഗമിക്കുകയും ചെയ്യുന്നു. രാത്രി തൃശ്ശൂർ പാട്ട് ഫാമിലി അവതരിപ്പിക്കുന്ന ഗാനമേള നടക്കും. പി ബാലകൃഷ്ണൻ, വി സുരേഷ് മോഹൻ, വി മാധവൻ, സുനിൽ വിഷ്ണുപ്പാറ, സുമേഷ് മോഹൻ, ഇ സൂര്യകുമാരി, ഇ അരുൺരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക അറബി ഭാഷാ ദിനത്തിൽ വേറിട്ട പ്രദർശനമൊരുക്കി പടന്ന എടച്ചാക്കൈ AUP സ്കൂൾ അറബിക് ക്ലബ്ബ്. 1 ഇഞ്ച് വലിപ്പമുള്ള വിശുദ്ധ ഖുർആൻ മുതൽ കാബ രൂപങ്ങൾ വരെ കുട്ടികൾ നടത്തിയ പ്രദർശനത്തിലുണ്ട്. ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചാണ് അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രദർശനം ഒരുക്കിയത്. 1 ഇഞ്ച് വലിപ്പമുള്ള വിശുദ്ധ ഖുർആൻ മുതൽ 30 സെന്റിമീറ്റർ വലിപ്പമുള്ള ഖുർആൻ വരെ പ്രദർശനത്തിനുണ്ട്. വിവിധ രാഷ്ട്രങ്ങളുടെ തപാൽ സ്റ്റാമ്പുകൾ, വിദ്യാർത്ഥികൾ വരച്ച 70ഓളം കാലിഗ്രാഫി, കാബയുടെ രൂപം, അറബ് രാഷ്ട്രങ്ങളിലെ പഴയതും പുതിയതുമായ നാണയങ്ങൾ, പാഠഭാഗമായി വിവിധ പ്രവർത്തനങ്ങളിൽ നിർമ്മിച്ച പോസ്റ്ററുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ, അറബി വായനാ കാർഡുകൾ തുടങ്ങി നിരവധി ഇനങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അറബിക് മാഗസിൻ പ്രകാശനവും ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ പ്രധാനാധ്യാപകൻ EP വത്സരാജ് നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി V ആശാലത അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ K സൽമത്ത്, K റുബൈദ, NP അബ്ദുൽ റഹ്മാൻ, ലാജുമോൾ, അറബിക് ക്ലബ്ബ് ഭാരവാഹികളായ TK നാജില, മുഹമ്മദ് ഷിഫാസ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളിലത്തെ അറബിക് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് 1ാം ക്ലാസ് മുതൽ അതുപോലെ തന്നെ 7ാം ക്ലാസ് വരെയിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിച്ചത്. അതുപോലെ അറബിക്കിൻ്റെ അക്ഷരമാലയുടെ
പിന്നെ രീതിശാസ്ത്രവും അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യ ഭംഗിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാലിഗ്രാഫി, അതുപോലെ തന്നെ പിന്നെ അറബിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കറൻസികൾ, അതുപോലെ ഒട്ടനവധി ഇവരുടെ പാഠ്യഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കാര്യമായി പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല പിന്നെ ആത്മാർത്ഥമായ ശ്രമവും അതുപോലെ തന്നെ വളരെ താല്പര്യപൂർവ്വമായുള്ള ഒരു പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കാസർഗോഡ് ബ്ലോക്ക്, കാസർഗോഡ് ടൗൺ ബ്ലോക്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പെൻഷനേഴ്സ് ദിനം ആചരിച്ചു. കറന്തക്കാട് പെൻഷൻ ഭവനിലാണ് പെൻഷൻ ദിനാചരണം നടന്നത്. ജില്ലാ സെക്രട്ടറി P. കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കാസർഗോഡ് ബ്ലോക്ക്, കാസർഗോഡ് ടൗൺ ബ്ലോക്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കറന്തക്കാട് പെൻഷൻ ഭവനിൽ പെൻഷനേഴ്സ് ദിനം ആചരിച്ചു. ജില്ലാ സെക്രട്ടറി P. കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു. ബഹുഭൂരിപക്ഷം പെൻഷൻകാരിലും എത്തിക്കണമെന്നുള്ള ഒരു സതുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടി ഇത്തവണ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ജില്ലയിൽ ഇന്ന് നമുക്ക് 8 ബ്ലോക്കുകളാണുള്ളത്. അതിൽ 6 ബ്ലോക്കുകൾ സ്വന്തമായി ഈ പരിപാടി സംഘടിപ്പിക്കുക. നീലേശ്വരവും പരപ്പയും ജോയിൻ്റ് ആയിട്ടാണ് സംയുക്തമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ കാസർഗോഡ് ടൗണും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ സർവീസ് പെൻഷൻകാർ 1983 മുതൽ ഈ ഡിസംബർ 17 പെൻഷൻ ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. നമ്മുടെ സംഘടനയും എല്ലാ വർഷവും ഈ ദിനവും പെൻഷൻ ദിനം നമ്മൾ ആചരിച്ച് വരുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ സംഘടന ഈ ദിനവും പെൻഷൻ സംരക്ഷണ ദിനമായും PFRDA നിയമം റദ്ദ് ചെയ്യണമെന്നുള്ള വിഷയം ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിക്കേളു നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുബ്രഹ്മണ്യ തന്ത്രി, കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, DK മാധവൻ, മറിയം ലത്തീഫ്, AK നായർ എന്നിവർ സംസാരിച്ചു. MC ശേഖരൻ നമ്പ്യാർ സ്വാഗതവും K മോഹനൻ നന്ദിയും പറഞ്ഞു. പെൻഷൻ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഔദാര്യമല്ല, പെൻഷൻകാരുടെ അവകാശമാണ് എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എല്ലാ വർഷവും ഡിസംബർ 17 പെൻഷൻ ദിനമായി ആചരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സത്സംഗം മാവുങ്കാൽ രാമനഗരം ശ്രീരാമക്ഷേത്രത്തിൽ നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത വിചാരസത്രത്തിന്റെ പ്രതിമാസ പരിപാടികൾക്ക് തുടക്കമായി. ബ്രഹ്മശ്രീ ഇടമന ശ്രീധരൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി. സത്സംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതിയായ സത്സംഗം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി ശ്രീമദ് ഭാഗവത വിചാരസത്രം നടത്തി. മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ബ്രഹ്മശ്രീ ഇടമന ശ്രീധരൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സത്സംഗം കുടുംബാംഗങ്ങൾ ഭാഗവത പാരായണം നടത്തി. ജ്യോതിഷ പണ്ഡിതനും മദ്രാസ് സംസ്കൃത കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പലുമായ ഡോക്ടർ TP രാധാകൃഷ്ണൻ നമ്പൂതിരി ആത്മീയ പ്രഭാഷണം നടത്തി. കൊട്ടോടി നാരായണൻ, ഹരിഹരൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് മുഖ്യപ്രഭാഷകന് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. PP രാധിക, സുമാരാഘവൻ, രുക്മിണി ദാമോദരൻ, S ശീല, ഊർമിള സുരേഷ്, സുധാകരൻ പുറംകര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാധവൻ നായർ മുണ്ടമാണി സ്വാഗതവും ചന്ദ്രശേഖരൻ നീലേശ്വരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാവുങ്കാൽ. കേരള ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം
കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് നടന്നത്. ജില്ലയിലെ ഏക വനിതാ മെമ്പറായ ലയന അശോക് ഉദ്ഘാടനം നിർവഹിച്ചു. സി കൃഷ്ണൻകുട്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അജേഷ് കുമാർ MS സ്വാഗതം പറഞ്ഞു. PV രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SLC പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനം കാസർഗോഡ് ജില്ലാ ഇലക്ട്രിക്കൽ സൂപ്രണ്ട് ശ്രീജ TKയും +2 ഉന്നത വിജയികൾക്കുള്ള ഉപഹാരം മുഹമ്മദ് സയ്യിദ് MM നിർവഹിച്ചു. അജിത് കുമാർ G മുതിർന്ന നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. സുരേഷ് കുമാർ B ജില്ലാ അനുമോദനം നടത്തി. രതീഷ് കുമാർ VP അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. CH സിദ്ദീഖ്, അനിൽകുമാർ T, PK ബെന്നി, സിസിൽ കുമാർ, രാംകുമാർ, രാജു കപ്പണക്കാൽ എന്നിവർ സംസാരിച്ചു. രജീഷ് MR നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം കോതോളംകര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശം 2025 ഡിസംബർ 22 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. ഒറ്റത്തിറ കളിയാട്ടം ഡിസംബർ 28 മുതൽ 31 വരെയുള്ള തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവണേശ്വരം കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ അരവത്ത് KU പത്മനാഭതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഡിസംബർ 21 മുതൽ 25 വരെയാണ് നവീകരണ കലശ മഹോത്സവം നടക്കുന്നത്. 28 മുതൽ 31 വരെ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവവും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് രാവണീശ്വരം കോതോളങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ 2025 ഡിസംബർ 21 മുതൽ 25 വരെ നവീകരണ കലശവും 28 മുതൽ 31 വരെ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം നടത്തുകയാണ്. 3 വർഷത്തെ ഒരിക്കലാണ് ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം. അത് നമ്മുടെ ഈ നവീകരണ കലശത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് ജയിച്ചു കിട്ടുകയുണ്ടായി. 3 വർഷം കഴിയുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ രണ്ടു പരിപാടി ഒന്നിച്ചിട്ട് തന്നെ ചെയ്തു. അതിൽ 2 ദിവസം ഗ്യാപ്പുണ്ട്, 26, 27. നമ്മുടെ പരിപാടി തുടങ്ങുന്ന 21-ന് കടവറയോട് കൂടിയിട്ടാണ്. 22-ന് സാംസ്കാരിക സമ്മേളനം വൈകുന്നേരമുണ്ട്. അതിന്റെ വിശദവിവരങ്ങൾ ആ നോട്ടീസിലും കുറിപ്പിലുണ്ട്, പത്രക്കുറിപ്പിലുണ്ട്. 21-ന് രാവിലെ 10 മണിക്ക് കലവറ ഘോഷയാത്ര, തുടർന്ന് തണ്ണീലാമൃത. 22-ന് വൈകിട്ട് 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്. 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ N കേളു നമ്പ്യാർ അധ്യക്ഷത വഹിക്കും. 23-ന് രാവിലെ 6:30-ന് നട തുറക്കൽ, പൂജാതി കർമ്മങ്ങൾ, തുടർന്ന് 108 തേങ്ങയുടെ മഹാഗണപതി ഹോമം. വൈകിട്ട് 3 മണിക്ക് പൂരക്കളി സെമിനാർ. കേരള പൂരക്കളി അസോസിയേഷൻ ചെയർമാൻ TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. ശിവശങ്കര പണിക്കർ അധ്യക്ഷനാവും. കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 24-ന് രാവിലെ മുതൽ പൂജാതി കർമ്മങ്ങൾ. 25-ന് രാവിലെ മുതൽ നവീകരണ കലശ പൂജാതി കർമ്മങ്ങൾ. 28-ന് വൈകിട്ട് 5 മണിക്ക് വിളക്ക് പൂജ. 6:30-ന് ഒറ്റത്തിറ കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് ദീപവും തിരിയും എഴുന്നള്ളത്ത്. 6:30-ന് കോതോളങ്കര ഭജന സമിതിയുടെ ഭജന, തുടർന്ന് തെയ്യം കൂടൽ. 29-ന് രാവിലെ 10 മണിക്ക് അടുക്കത്ത് ചാമുണ്ടി അമ്മയുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. 3-ന് മുളവന്നൂർ ഭഗവതിയുടെ പുറപ്പാട്. രാത്രി 7 മണിക്ക് തിടങ്ങൽ, തുടർന്ന് രക്തജാതൻ, മുളവന്നൂർ ഭഗവതി, മൂവാളംകുഴി ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ തോറ്റവും എഴുന്നള്ളത്തും. 30-ന് രാവിലെ 10 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12:30-ന് മൂവാളംകുഴി ചാമുണ്ടി അമ്മയുടെ പുറപ്പാട്. വൈകിട്ട് 3 മണിക്ക് മുളവന്നൂർ ഭഗവതിയുടെ പുറപ്പാട്. രാത്രി 7 മണിക്ക് തിടങ്ങൽ. രാത്രി 8 മണിക്ക് രക്തജാതൻ, മുളവന്നൂർ ഭഗവതി, വിഷ്ണുമൂർത്തി, അടുക്കത്ത് ചാമുണ്ടി എന്നീ തെയ്യങ്ങളുടെ തോറ്റവും എഴുന്നള്ളത്തും. തുടർന്ന് മാതൃസമിതിയുടെ ഫ്യൂഷൻ ഡാൻസ്. 11 മണിക്ക് അഞ്ചണങ്ങും ഭൂതം. തുടർന്ന് കാലിക്കറ്റ് മില്ലേനിയം സ്റ്റാർസ് അവതരിപ്പിക്കുന്ന ഗാനമേള.
31 രാവിലെ 10 മണിക്ക് അടുക്കത്ത് ചാമുണ്ടിയമ്മയുടെ പുറപ്പാട്, ഉച്ചയ്ക്ക് 12 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, 3 മുളവന്നൂർ ഭഗവതിയുടെ തിരുമുടി നിവരൽ, 4 ഗുളികൻ, തുടർന്ന് വിളക്കിലരി, 6:30 ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടുകൂടി കളിയാട്ട സമാപനം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ കുഞ്ഞിക്കേളു നമ്പ്യാർ, ജനറൽ കൺവീനർ വി ഗോവിന്ദൻ, ക്ഷേത്രം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ, ക്ഷേത്രം സെക്രട്ടറി അനീഷ് ദീപം, ആഘോഷ കമ്മിറ്റി ട്രഷറർ പ്രവീൺ കുമാർ KV, വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പാൻ മക്കാക്കോട്ട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹാത്മാഗാന്ധിയെ തിരസ്കരിക്കുവാനുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നീക്കത്തെ രാജ്യത്തെ ജനത ചെറുത്തുതോൽപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടത്തിയ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു PK ഫൈസൽ. UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ രാജ്യത്തെ പാവപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് കൊണ്ടുവന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ പുതിയ ഭേദഗതിയിലൂടെ അട്ടിമറിക്കുകയാണെന്നും രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ദീർഘവീക്ഷണ മനോഭാവത്തോടുകൂടി കൊണ്ടുവന്ന പദ്ധതിയെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കിയും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിത നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് എന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടത്തിയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ അക്കൗണ്ടിലേക്കും പണം വരികയും അങ്ങനെ പാവപ്പെട്ട തൊഴിലാളികളുടെ ആ പാവപ്പെട്ട യാതന അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് കേന്ദ്ര സർക്കാർ അതിനെ അട്ടിമറിക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, നേതാക്കളായ രമേശൻ കരുവാച്ചേരി, BP പ്രദീപ് കുമാർ, MC പ്രഭാകരൻ, PV സുരേഷ്, KP പ്രകാശൻ, മാമുനി വിജയൻ, മടിയൻ ഉണ്ണികൃഷ്ണൻ, മധുസൂദൻ ബാലൂർ, KV ഭക്തവത്സലൻ, കാർത്തികേയൻ പെരിയ, PC സുരേന്ദ്രൻ നായർ, KK ബാബു, P രാമചന്ദ്രൻ, MV ഉദ്ദേശ് കുമാർ, വിമല കുഞ്ഞികൃഷ്ണൻ, PV ചന്ദ്രശേഖരൻ, CV ഭാവനൻ, ഏറുവാട്ട് മോഹനൻ, MP മനോഹരൻ, DM സുകുമാരൻ, മനോജ് തോമസ്, നാരായണൻ മുണ്ടോട്ട്, V ഗോപി, M കുഞ്ഞികൃഷ്ണൻ, KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരത്തിൽ നിന്നും മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ ആന്ധ്രയിൽ നിന്നുള്ള സംഘം പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. ഹനീഫ ആന്ധ്ര സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി കണ്ടെത്തൽ. സമൂഹ മാധ്യമത്തിലൂടെ കലാപമുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദ സന്ദേശമയച്ചുവെന്ന പരാതിയിൽ സ്ത്രീക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ചെറുവത്തൂർ മടക്കരയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കവെയായിരുന്നു സംഭവം. കാസർഗോഡ് ശിരിയയിൽ LDF UDF സംഘർഷം. ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ള പരാതിയിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോവിഡ് കാലത്ത് പോലീസുകാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ എരിയാൽ സ്വദേശിയായ 21-കാരന് 2.5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. ബീരാൻ അജ്മൽ അമാനെയാണ് കോടതി ശിക്ഷിച്ചത്. പിടികിട്ടാപ്പുള്ളി മീശ റൌഫ് പിടിയിൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മംഗളൂരു സിറ്റി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. നെല്ലിക്കുന്ന് കടപ്പുറം സ്വദേശി രതീഷാണ് പിടിയിലായത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 1985-90 കാലത്ത് പഠിച്ചവരുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം 2ാം ഊഴം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ക്യാമ്പസിൽ തുടങ്ങുന്ന പരിപാടികൾ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.